ഏത് അക്രമ പ്രവർത്തനം ചെയ്യുമ്പോഴും ജയ് ശ്രീരാം എന്ന് വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അവർ ആദരിക്കുന്ന, അവർ ബഹുമാനിക്കുന്ന എല്ലാത്തിനെയും നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ബഹുമാനിക്കാൻ നമുക്കും ബാധ്യതയുണ്ട്. ആ ബഹുമാനങ്ങളോടുകൂടെ പറയുന്നു, നിങ്ങൾ ഈ അതിക്രമ പ്രവർത്തനങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ജയ് ശ്രീരാം എന്ന് വിളിക്കുന്നത്? ഈ അതിക്രമ പ്രവർത്തനങ്ങളെ ശ്രീരാം അംഗീകരിച്ചിട്ടുണ്ടോ? കൈകേയി രാജ്ഞിയുടെ ഉപജാപക പ്രവർത്തനത്തിന്റെ പേരിൽ ദശരഥ രാജാവിന്റെ മക്കളിൽ നിന്നും അധികാരം കൈയാളുവാൻ എല്ലാ അവസരവും ഉണ്ടായിരുന്ന ശ്രീരാമൻ ഭരണത്തിൽ നിന്നും ധ്വംസനായി പുറത്താക്കപ്പെട്ട് ദശരഥ രാജാവിന്റെ ഇളയമകനാകുന്ന ഭരത രാജാവിലേക്ക് ഭരണമേൽപ്പിക്കാൻ പോയപ്പോ കൈകേയി പറഞ്ഞു, ഇവിടെ ഭരതൻ ഭരണം നടത്തുമ്പോ ശ്രീരാമൻ ഉണ്ടായാൽ, ലക്ഷ്മണൻ ഉണ്ടായാൽ, ശ്രീരാമന്റെ സഹധർമ്മിണിയാകുന്ന സീതയുണ്ടായാൽ അദ്ദേഹത്തിന് ഭരണം നടത്തുക സാധ്യമല്ല. അതുകൊണ്ട് അവരെ വനവാസത്തിനയക്കണം. 14 വർഷക്കാലഘട്ടം വനവാസത്തിന് വേണ്ടി പറഞ്ഞേക്കുന്ന സന്ദർഭത്തിൽ ലക്ഷ്മണൻ വന്നിട്ട് ശ്രീരാമനോട് പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദര, അധികാരം നമുക്ക് സ്വന്തമാണ്. നമുക്കാണ് നീതിപരമായി അധികാരം കിട്ടേണ്ടത്. കൈകായി മാതാവിന്റെ ഉപജാപത്തിന്റെ പേരിൽ നമ്മിൽ നിന്നും അധികാരം തട്ടിത്തെറിപ്പിച്ച് ദശരഥ രാജാവിന്റെ ഭരതൻ എന്ന് പറയുന്ന കുമാരനിലേക്ക് ആ ഭരണം കൈമാറ്റം ചെയ്യപ്പെടുമ്പോ നമ്മുടെ അവകാശം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ജനങ്ങളെല്ലാം നമ്മുടെ കൂടെയുണ്ട്, അയോധ്യ നമ്മോടൊപ്പമുണ്ട്, ഇന്ത്യ രാജ്യം മുഴുവനും നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് അധികാരത്തെ നമുക്ക് പിടിച്ചെടുക്കാം എന്ന് ശ്രീരാമനോട് ശ്രീലക്ഷ്മണൻ പറയുന്ന സന്ദർഭത്തിൽ ശ്രീരാമൻ എന്താണ് പറയുന്നത്? മറുപടിയായി പ്രതിവചിക്കുന്നത്. ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ, ഒരിക്കലും പാടില്ല. രഘുവംശത്തെ, സൂര്യവംശത്തെ, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മൾ അവമതിക്കാൻ പാടില്ല. നമ്മൾ അനുഭവിക്കുമ്പോ, നമ്മൾ രുചിക്കുമ്പോ വലിയ കയ്പും മുറുപ്പും പ്രയാസവും നമുക്ക് വലിയ മനപ്രയാസങ്ങളും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പിതാവിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നിൽക്കുക എന്നത് രഘുവംശത്തിന്റെ, സൂര്യവംശത്തിന്റെ പാരമ്പര്യം ഇനിയുള്ള ചരിത്ര നാളുകളിൽ, വർത്തമാന കാലഘട്ടങ്ങളിൽ, ഭാവി കാലഘട്ടങ്ങളിൽ അതിനെ സംബന്ധിച്ച് പറയുമ്പോ പിതാവിന്റെ താല്പര്യത്തിന്, ഹിതത്തിന് എതിരായി നിന്ന ഒരു മക്കളായി നമ്മുടെ രണ്ടുപേരെയും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരെയും ആക്രമിക്കാതെ, ആരെയും ഉപദ്രവിക്കാതെ, അധികാരം പിടിച്ചടക്കാതെ വനവാസത്തിന് പോയ ശ്രീരാമൻ എത്ര നിർമ്മലമാണ് അദ്ദേഹം നൽകുന്ന സന്ദേശം. രാവണനെ വധിച്ച കഥ നിങ്ങൾക്കറിയാമല്ലോ. രാവണനെ കൊന്നല്ലോ ശ്രീരാമൻ. ശ്രീരാമൻ കൊല്ലുമ്പോ രാവണൻ ആരാണ്? 10 തലകളുള്ള ആളാണ് രാവണൻ. 10 തല എന്ന് പറയുമ്പോ അതൊരു ഭീകരമായ രൂപമായി നിങ്ങൾ മനസ്സിലാക്കരുത് കേട്ടോ. 10 തല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സാഹിത്യത്തിന്റെ കഴിവാണ്, അദ്ദേഹത്തിന്റെ വേദ പാണ്ഡിത്യമാണ്. അദ്ദേഹത്തിന്റെ 10 തലകളിൽ 4 നാവുകളെ കൊണ്ട് അദ്ദേഹം 4 വേദങ്ങളും പറയുന്ന ആളായിരുന്നു. 6 തലകളെ കൊണ്ട് 6 ശാസ്ത്രങ്ങളും പറയുന്ന ആളായിരുന്നു. ലോകത്തിലെ പ്രശസ്തരായ മുഴുവൻ നർത്തകിമാരോടൊപ്പം നൃത്തം ചെയ്യാനടിയുന്ന വലിയ നർത്തകനായിരുന്നു രാവണൻ. വലിയ വിജ്ഞാനത്തിന്റെ ഉടമയാണ് രാവണൻ. രാവണന്റെ അതിക്രമപരമായ പ്രവർത്തനം സീതയെ സ്വാർത്ഥപരമായി മോഹിച്ച് തട്ടിക്കൊണ്ടുപോയപ്പോ കൊലപ്പെടുത്താൻ വേണ്ടി രാമൻ തീരുമാനിക്കുന്നു.